ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന നല്ല ഒരു ദിവസത്തിന്റെ പ്രഭാതം കാണുവാൻ തൊക്കണം ദൈവം നമ്മെ സഹായിച്ചു കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്താ വിഷയം ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിന്റെ അർത്ഥം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ തൊക്കണം പോകുന്നത്. ഇവിടെ തരുന്നതായ വേദവാക്യം യോഹന്നാൻ 14 അധ്യായം 13-14 വാക്യം ഇങ്ങനെ നമ്മോട് പറയുന്നു: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന വാഗ്ദത്തത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഇന്നുവരെയും പ്രാർത്ഥിച്ചില്ല എങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആരുടെ നാമത്തിൽ? ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കണം. കാരണം ഇവിടെ ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ വില കുറഞ്ഞവർ ആക്കുന്നതിൽ ദൈവം നിരാശപ്പെടുന്നു എന്നൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വേറെ ആരുമല്ല, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതായ ദൈവത്തിന്റെ ജനം, അവർ തങ്ങളെ തന്നെ സ്വന്തമായി തന്നെ അവര് വില കുറഞ്ഞ വ്യക്തികളായി കാണിക്കപ്പെടുന്നു. ചില സമയങ്ങളൊക്കെയും ദൈവസന്നിധിയില് നാം പ്രാർത്ഥിക്കാറില്ല. ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നാം നന്ദി അർപ്പിക്കാറില്ല, നാം പ്രാർത്ഥിക്കാറില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ലഭിക്കാതെ വരുന്ന സമയമുണ്ട്. അപ്പം നാം നിരാശപ്പെട്ടു പോകുന്നതായ ഒരു സമയമുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ യാചിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ ആവശ്യം ദൈവം നിറവേറ്റി തരും എന്ന് അവിടെ ഒരു ഉറപ്പ് നമ്മൾ നൽകുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിന് കുറെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. തന്റെ ആത്മാവിനെ നാം പ്രകടമാക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾ നാം ചെയ്യണം. രക്ഷകന്റെ വാഗ്ദാനം വ്യവസ്ഥമായി അല്ലെങ്കിൽ വ്യവസ്ഥയിൽ നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ വരണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ കാണണമെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു പ്രഭാതത്തില് പ്രാർത്ഥിക്കുവാൻ പോരുന്നത് ആ സ്ഥലവും എങ്ങനെ തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചെന്നും നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യ ഒരു ഘടകം തന്നെയാണ്. പ്രാർത്ഥിക്കാതെ നമുക്കൊന്നും ലഭിക്കുകയില്ല. ദൈവത്തിന്റെ പക്കൽ നിന്നും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് നാം ക്രിസ്തുവിൽ നാം എന്ത് ചെയ്യണം? പിതാവിനോട് പറയണം. നാം ക്രിസ്തുവിൽ പിതാവിനോട് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നൽകുന്നതായിരിക്കും. കാരണം ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണം നാം ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കുവാൻ യാചിക്കുവാൻ തക്കണം. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ വ്യക്തി എന്നെ കാണണം, കർത്താവായ യേശു ക്രിസ്തു എന്നിലുണ്ട് എന്ന് കാണണമെങ്കിൽ നാം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആ സ്വഭാവം നമ്മളിൽ എന്തെയും കാണിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളിൽ കാണുവാൻ തക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ ഉണ്ടാകുവാൻ തക്കണം നാം രാവും പകലും നമുക്ക് എപ്പോൾ സമയം കിട്ടുമോ അപ്പോഴൊക്കെയും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നിലനിൽക്കാൻ തക്കണം സാധ്യത മാറുകയുള്ളൂ. പ്രാർത്ഥന ഏറ്റവും ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിന്റെ പ്രഭാതത്തിലും അതിന്റെ വൈകിയ വേളയിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. നല്ല ഒരു പ്രഭാതം തന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുവാനും ദൈവം ഞങ്ങൾ സഹായിക്കുമാറാകണം. ഇന്നത്തെ ചിന്താവിഷയം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങൾ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. സകലതും യേശു ക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകളും നല്ല പിതാവായ ദൈവമേ, ആമേൻ.